വിശദീകരിക്കാൻ പോവുകയാണ്. ഈ മഹനീയ പരിപാടിക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ ഔദ്യോഗിക കടമ. ആമുഖമായി തന്നെ തുടക്കത്തിൽ തന്നെ മുഴുവൻ നാട്ടുകാരെയും മഹല്ല് നിവാസികളായ ദീനി സ്നേഹികളെയും കാരണവന്മാർ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ, യുവ സഹോദരങ്ങൾ, വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ, കേരള മുസ്ലിം ജമാഅത്ത് KMJ, SYS, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ SJM, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA, SSF, SBS എന്നിവയുടെ നേതാക്കൾ, പ്രവർത്തകർ, അക്കോ ഇസ്ലാമിക് സെന്റർ KIC, അക്കോ മഹല്ല് മുസ്ലിം റിലീഫ് കമ്മിറ്റി KMMRC, ദാറുൽ സുന്നി മദ്രസ മാനേജിംഗ് കമ്മിറ്റി, അതുപോലെ നമ്മുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, മെമ്പർമാർ, മുഅല്ലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, നമ്മുടെ കർമ്മഭടന്മാരായ പ്രവർത്തകന്മാർ, എല്ലാവർക്കും സ്വാഗത സംഘത്തിന്റെ പേരിൽ കൃത്യമായ സ്വാഗതം അരുളുകയാണ്. പരിപാടിയുടെ സന്തോഷപ്രദമായ വിജയത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കുകയും വേണ്ടതെല്ലാം ചെയ്യുകയും ശ്രദ്ധിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്നും സാദരം സവിനയം അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടി നേരത്തെ ആരംഭിച്ചത് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ വന്നാൽ ഉടനെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ 5 മണിക്ക് ശേഷം നമ്മുടെ ഈ പരിപാടി ആമുഖമായി തുടങ്ങിയത്. എത്രത്തോളം കേൾക്കാൻ ആളുണ്ട്, എത്രത്തോളം ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രശ്നമേ ആക്കുന്നില്ല. ഇപ്പോ ഈ കാലം പുതിയ കാലമാണല്ലോ. എല്ലാം റെക്കോർഡാക്കാൻ ആളുണ്ടായിരിക്കും, കേൾക്കാനും കാണാനും ഒക്കെ ആളുണ്ടായിരിക്കും. അത് തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ. കേൾക്കേണ്ടവര് കേട്ട്, വേണ്ടവര് റെക്കോർഡാക്കുന്നതിന് യാതൊരു വിരോധമില്ല. സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം എത്തി 2ാം ഘട്ട പരിപാടി ആരംഭിക്കുന്നവരെ നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ഏറെ നിർബന്ധിതാവസ്ഥയിൽ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. എല്ലാവരും സശ്രദ്ധം ശ്രവിക്കണമെന്നും ആവശ്യക്കാർക്കൊക്കെ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏത് രൂപത്തിലാണെങ്കിലും റെക്കോർഡാക്കാമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഹക്ക് മാത്രം, സത്യം മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. വസ്തുതകൾ മാത്രം. അള്ളാഹുവെ, അതിന് നീ അനുഗ്രഹിക്കണമേ തമ്പുരാൻ. അതുകൊണ്ടാണ് കുറിപ്പ് എഴുതി നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒരു പ്രസംഗ ശൈലിയിലല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പൂർവ്വകാലം മുതൽ, പണ്ടുകാലം മുതൽ മഹല്ല് നിവാസികൾ ഏറെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിഞ്ഞു വരുന്ന നാടാണ് മലപ്പുറം ജില്ലയിലെ വാഴയൂർ പഞ്ചായത്തിലെ നമ്മുടെ പ്രദേശമായ മഹല്ലായ കക്കോവ് പ്രദേശം, കക്കോവ് മഹല്ല്. മഹത്തുക്കളായ പണ്ഡിത ശ്രേഷ്ഠന്മാർ അനുഗ്രഹീത നേതൃത്വം നൽകി വളർത്തിയെടുത്ത കക്കോവിലെ വൈജ്ഞാനിക പാരമ്പര്യത്തിന് അയൽനാടുകളിലെല്ലാം സൽകീർത്തി നേടിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യനായ പ്രിയങ്കരനായ ചിറക്കൽ KV മുസ്ലിയാരുടെ ആദരണീയനായ പിതാവും സൂഫിവര്യനുമായിരുന്ന മർഹൂം ചിറക്കൽ KV മുഹമ്മദ് മുസ്ലിയാരും അദ്ദേഹത്തെ തുടർന്ന് 3.5 പതിറ്റാണ്ട് കാലത്തെ സ്തുത്യർഹമായ സേവനത്തിലൂടെ മഹല്ല് നിവാസികളുടെ ഒന്നടങ്കം ആദരവ് പിടിച്ചുപറ്റിയ മർഹൂം AP അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നവരാണ്. അവരെ ആദരപൂർവ്വം സ്മരിക്കുന്നു. അവരോടൊപ്പം നമ്മയെല്ലാം പരമകാരുണികൻ സ്വർഗീയവാസികളിൽ പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. മൺമറഞ്ഞുപോയ ഈ മഹലിലെ പൂർവികരും സുന്നി നേതാക്കളും ഭരണകർത്താക്കളുമായിരുന്ന മുഴുവൻ കാരണന്മാരെയും ഉമറാക്കളെയും മഹാന്മാരെയും ഈ തരുണത്തിൽ ഏറെ ഉൾക്കിടിലത്തോടെ സ്മരിക്കുകയാണ്. അവരുടെയും അവരുടെയും റബ്ബ് തആല സ്വർഗീയ സുഖത്തോടെ നിലനിർത്തുമാറാവട്ടെ. ആമീൻ. പാരത്രികം സ്വർഗീയമാക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക, ഇനിയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സഹോദരങ്ങളെ, ഒട്ടനേക വർഷങ്ങൾ പഴക്കമുള്ള
ഒട്ടനേകം വർഷങ്ങൾ പഴക്കമുള്ള ജുമാ മസ്ജിദാണ് കക്കോവ് മഹല്ല് ജുമാ മസ്ജിദായ മസ്ജിദുൽ ഹിദായ. അത് പ്രകാരം കക്കോവ് മഹല്ലും നിങ്ങൾക്കറിയുമോ, ആദ്യം ഇവിടെ കക്കോവ് മഹല്ല് ഉണ്ടായിരുന്നില്ല, പള്ളി ഉണ്ടായിരുന്നില്ല. പുത്തുപാടത്തേക്കായിരുന്നു ജുമാക്ക് വരുന്നത്. അതൊന്നും വിശദീകരിക്കുന്നില്ല. പിന്നീടാണ്, എത്രയോ വർഷം മുമ്പ് പിന്നീടാണ് കക്കോവ് മഹല്ലും പള്ളിയും ഒക്കെ ഉണ്ടായത്. തുടക്കത്തിൽ ക്ഷമിക്കണം 90% മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് നമ്മുടെ കക്കോവ് മഹൽ. നേരത്തെ മുസ്ലിങ്ങളിൽ 100% സുന്നികൾ തന്നെയായിരുന്നു. അടിത്തറയും പാരമ്പര്യമുള്ള സുന്നി മഹലാണ് കക്കോവ് മഹൽ. അനേകം വർഷങ്ങൾക്ക് മുമ്പ് വരെ, അതായത് മുൻകാലത്ത് മറ്റു പല മഹലുകളെയും പോലെ ഇവിടെയും മുത്തവല്ലി ഭരണമായിരുന്നു. ഇപ്പോഴത്തെ മക്കൾക്കറിയില്ല എന്താ ഈ മുത്തവല്ലി ഭരണം എന്ന് പറഞ്ഞാൽ. നാട്ടിലെ പ്രബല കുടുംബത്തിലെ കാരണവരായിരിക്കും ഭരണ നേതൃത്വം. പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ മൂപ്പർ തന്നെ ഭരണ നേതൃത്വം. അദ്ദേഹം പറയുന്ന ആൾക്കാരൊക്കെ കാര്യം നടത്തും. ശേഷം അവരുടെ പിൻഗാമികൾ ഭരണ നേതൃത്വം വഹിക്കുന്ന രീതിയാണ് മുത്തവല്ലി ഭരണം. അതായിരുന്നു ഇവിടെയും. തുടർന്ന് ജനകീയ കമ്മിറ്റി, കുറെ വർഷങ്ങൾക്ക് ശേഷം ജനകീയ കമ്മിറ്റി നിലവിൽ വന്ന് ഭരണ നിർവഹണം തുടങ്ങി. മറ്റു പല മഹലുകളെയും അപേക്ഷിച്ച് കക്കോവ് മഹലിലാണ് നേരത്തെ ജനകീയ കമ്മിറ്റി നിലവിൽ വന്നത്. ഭരണസമിതിക്ക് ഹിദായത്തുൽ മുസ്ലിമീൻ സംഘം എന്ന് പേരിട്ട് പ്രവർത്തനം മുന്നോട്ട് നീങ്ങി. പിന്നീട് അങ്ങനെ ഹിദായത്തുൽ മുസ്ലിം സംഘം എന്ന് പേരിട്ട് പ്രവർത്തനം കുറെ മുന്നോട്ട് നീങ്ങി. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കമ്മിറ്റിക്ക് ഒരു ഭരണഘടന അംഗീകരിച്ച് ഹിദായത്തുൽ മുസ്ലിമീൻ സംഘം എന്ന നമ്മുടെ കമ്മിറ്റി സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത്. ഏത് കൊല്ലത്തിലാ? 1982 എന്ന് പറഞ്ഞാൽ സുന്നി പണ്ഡിത സഭ സമസ്ത 1926 നിലവിൽ വന്ന് 56 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ മഹല്ല് കമ്മിറ്റി രജിസ്റ്റർ ചെയ്തത്. 56 വർഷങ്ങൾക്ക് ശേഷം സമസ്ത നിലവിൽ വന്ന് 56 വർഷങ്ങൾക്ക് ശേഷം. എന്തിനായിരുന്നു രജിസ്ട്രേഷൻ നടത്തിയത്? സുന്നി ഇതരരുടെ അഥവാ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനക്കാരുടെ, ബിദഈ പ്രസ്ഥാനക്കാരുടെ കൈകടത്തലോ പ്രവേശനമോ തീർത്തും തടയാൻ വേണ്ടി മാത്രമായിരുന്നു 1982 കമ്മിറ്റി രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അത് മാത്രമായിരുന്നു ഇഖ്ലാസുൽ ഉദ്ദേശം. അതിന് കാരണമുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ പൂവഞ്ചേരി പള്ളി, ഇപ്പൊ അടുത്ത് നീർച്ചറിഞ്ഞില്ലേ, ആ സമയത്താണ് പൂവഞ്ചേരി പള്ളി വഞ്ചിച്ചുകൊണ്ട് സക്കറാത്തിന്റെ ഹാലിൽ കടന്നിരുന്ന മർഹൂം, എനിക്കറിയാം, പൂവഞ്ചേരി കലന്നുകുട്ടി കാക്കയെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ, ഒപ്പ് ആ സക്കറാത്തിനെ ഹാലിൽ ഇടിച്ചുകൊണ്ട് ഈ മുജാഹിദ് വിഭാഗം നമ്മുടെ പള്ളി പിടിച്ചടക്കിയത്. അതിന്റെ അനുഭവങ്ങളൊക്കെ അനുഭവിച്ചു. അൽഹംദുലില്ലാഹ് ഏറെ റാഹത്തോടെ പുതിയ പള്ളി നിലവിൽ വന്നു, പരിപാടികൾ നടക്കുന്നു. അള്ളാഹു എല്ലാം സലാമത്തിൽ മുന്നോട്ട് നീക്കി തരട്ടെ. അതായിരുന്നു നമ്മുടെ കാരണന്മാർ ചിന്തിക്കാൻ. അങ്ങനെ 1982 കമ്മിറ്റി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. PV വീരാൻകുട്ടി മാസ്റ്റർ ആയിരുന്നു അന്ന് ജനറൽ സെക്രട്ടറി. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നമ്മുടെ കാരണവരായിട്ടുള്ള PV വീരാൻകുട്ടി മാസ്റ്റർ ആയിരുന്നു അന്ന് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ പേരിലാണ്, സെക്രട്ടറിയുടെ പേരിലാണ്, അല്ലാതെ സമസ്തയുടെ പേരിലല്ല. ചിലർ ഇങ്ങനെ പറയില്ല സമസ്ത സമസ്ത സമസ്ത, സമസ്തയുടെ പേരിലല്ല രജിസ്റ്റർ ചെയ്തത്. അത് സമസ്ത ഒന്നേ ഉള്ളൂ. ആ സമസ്തയുടെ പേരിലല്ല, വീരാൻകുട്ടി മാസ്റ്ററുടെ പേരിലാണ്, സെക്രട്ടറിയുടെ പേരിലാണ് ഹിദായത്തുൽ മുസ്ലിം സംഘം എന്ന മഹല്ല് കമ്മിറ്റി രജിസ്റ്റർ ചെയ്തത്. എല്ലാ പേജിലും ഒപ്പിട്ടത് വീരാൻകുട്ടി മാസ്റ്റർ, ലാസ്റ്റിലും ഒപ്പിട്ടത് വീരാൻകുട്ടി മാസ്റ്റർ. അദ്ദേഹത്തിന്റെ പേരിലാണ് സെക്രട്ടറി നിലക്ക് എഴുതിയത്. ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സുന്നിസം കലാകാലത്തേക്കും ഉറപ്പുവരുത്തി കമ്മിറ്റി പ്രവർത്തനം എക്കാലത്തേക്കുമായി വ്യവസ്ഥാപിതമാക്കുക. കമ്മിറ്റി എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതായി പറയുന്നുണ്ട്, ഏതൊരു ഭരണഘടനയിലും പറയും എന്ന ഉദ്ദേശം മാത്രമായിരുന്നു രജിസ്റ്റർ ചെയ്യലിന്റെ ഉദ്ദേശം, അടിസ്ഥാനം. ഈ കാര്യങ്ങളാണ് ഭരണഘടനയിൽ വിശദമായി പറഞ്ഞതും. ബഹുമാനികളെ, അന്ന് സുന്നികൾ ഒറ്റക്കെട്ടായിരുന്നു. സുന്നികൾ ഒറ്റക്കെട്ടായിരുന്നു, ഒരേ മനസ്സും കാഴ്ചപ്പാടും. സമസ്ത ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു സമസ്ത. മനസ്സിലാക്കണം. ഹിദായത്തുൽ മുസ്ലിമീൻ സംഘമാണ് രജിസ്റ്റർ ചെയ്തത്. ഹിദായത്തുൽ മുസ്ലിമീൻ സംഘമാണ് രജിസ്റ്റർ ചെയ്തത്. മഹല്ല് പള്ളിയോ മദ്രസയോ സ്വത്തുവകകളോ ഒന്നും മറ്റെവിടെയും ആരുടെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. മഹല്ല് പള്ളിയും മദ്രസയും സ്വത്തുവകകളും എല്ലാം ഈ മഹല്ല് നിവാസികളായ സുന്നികളുടേതാണ്. എന്ത്? നമ്മുടെ മഹല്ല് പള്ളിയും സ്വത്തുവകകളും എല്ലാം എല്ലാം ഈ മഹല്ല് നിവാസികളായ സുന്നികളുടേതാണ്, വേറെ ആരുതുമല്ല. ആർക്കതിലൊക്കെ സംശയമുള്ളത്? മറ്റാരുതുമല്ല.
1982 രൂപം നൽകിയ ഭരണഘടനയിൽ നാം അംഗീകരിക്കുന്ന പണ്ഡിത സഭയായി അന്നുള്ള ഒരേ ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കുറിച്ച് നാം അംഗീകരിക്കുന്ന പണ്ഡിത സഭയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കുറിച്ചും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുകൂട്ടരും അവകാശപ്പെടുന്ന സമസ്ത അതുപോലെ മദ്രസ പഠനവും സിലബസ് സംബന്ധമായി അന്നുള്ള ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം വിശദീകരിക്കാതെ പറയാണ്. 1982 സൊസൈറ്റി രജിസ്ട്രേഷൻ നടത്തിയ കമ്മിറ്റി 82 സൊസൈറ്റി രജിസ്ട്രേഷൻ നടത്തിയ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി, നേരത്തെ പറഞ്ഞ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സൊസൈറ്റി രജിസ്ട്രേഷൻ നടത്തിയ കമ്മിറ്റി തുടർന്ന് വെറും 4 കൊല്ലം മാത്രമാണ് രജിസ്ട്രേഷൻ പുതുക്കിയത്. മനസ്സിലാക്കണം. 1986 വരെ ഈ രജിസ്ട്രേഷൻ കൊല്ലം അല്ലെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴേ അതിന് ജീവനുള്ളൂ, അല്ലെങ്കിൽ കള്ളാസില. മനസ്സിലായില്ലേ? അങ്ങനെ 1986 വരെ മാത്ര രജിസ്ട്രേഷൻ പുതുക്കിയത്. സമസ്ത വളർന്നിട്ടില്ല കേട്ടോ അപ്പോഴൊന്നും. 1986 ശേഷം 3 വർഷം കഴിയവേ 1989 നമ്മുടെ സമസ്ത പിളർന്നു. അതിന്റെ 3 വർഷം മുമ്പ് വരെ മാത്രമാണ് രജിസ്ട്രേഷൻ നടത്തിയത്. പിന്നെ ആരും അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി ശ്രദ്ധിക്കുക, എന്തുണ്ടായി സമസ്ത വളർന്നപ്പോൾ? ഈ മഹലിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശക്തമായ അടിത്തറയുള്ള പൂർണ്ണ സുന്നി മഹലായതിനാലും ദീനീ റാഹത്തുള്ള പൂർണ്ണ സുന്നി മഹലായതിനാലും, അതോടൊപ്പം വസ്തുത പറയട്ടെ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗിന് ഉറച്ച വേരോട്ടമുള്ള പ്രദേശമായതിനാലും 2 കാഴ്ചപ്പാടിലേ സമസ്ത വളർന്നത്. ഒന്ന് രാഷ്ട്രീയ കാഴ്ചപ്പാട്, രാഷ്ട്രീയ ലാക്കാക്കിയുള്ള കാഴ്ചപ്പാട്, മറ്റൊന്ന് ആദർശം മുറപ്പിച്ചുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ പറ്റി ഞാൻ പറഞ്ഞ കാരണത്താൽ സമസ്തയിലെ പിളർപ്പ് മഹലിനെ അതിശക്തമായി ബാധിച്ചു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മക്കളെ അത് അറിയില്ല, അതുകൊണ്ട് പറയാണ്. 2 പ്രബലമായ ചേരിയായി മഹൽ നിവാസികൾ തിരിഞ്ഞു. 2 പ്രബലമായ ചേരിയായി തിരിഞ്ഞു. APEK എന്നീ 2 ചേരികൾ വീറോടും വാശിയോടും തുല്യശക്തിയിലും മുന്നോട്ട് നീങ്ങി. പ്രശ്നങ്ങൾ പലതും ഉടലെടുത്തു. സ്വാഭാവികമായി അതേ തുടർന്ന് നാട്ടുകാരുടെ, മനസ്സിലാക്കണം, പിന്നെ എങ്ങനെയാ റാഹത്തുണ്ടായത്? അതേ തുടർന്ന് നാട്ടുകാരുടെ, രക്ഷിതാക്കളുടെ, ജനറൽ ബോഡിയുടെ, എപിക്കാരല്ല, ഇക്കക്കാരിയല്ല, ജനറൽ ബോഡിയുടെ എല്ലാം കൂട്ടായ ഔദ്യോഗിക തീരുമാനത്തോടെ ആദ്യമായി മദ്രസ 2ആയി വിഭജിക്കപ്പെട്ടു. അത് പറയുമ്പോ കുറെ പറയാണ്ട്. മദ്രസ വിഭജിക്കപ്പെടില്ലായിരുന്നു. നമ്മൾ പറഞ്ഞു, ഇരു സമസ്തയുമായി ബന്ധപ്പെടാതെ ചേളാരി സിലബസ് തന്നെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസയുടെ പാഠപുസ്തകം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 2 ഭാഗമായി ചേരാതെ ഇവിടെ വെച്ച് പരീക്ഷ നടത്തി നമുക്ക് മദ്രസ നടത്താം. പറ്റില്ല. വീറും വാശിയും ബഹളവും ഉണ്ടായി. ഞങ്ങൾക്ക് അവിടെയുമായി ബന്ധപ്പെടണം, പരീക്ഷയും അവിടെയുമായി വെച്ച് ബന്ധപ്പെട്ട് നടത്തണം. അതുകൊണ്ട് പിന്നെ കൂടാൻ പറ്റുകയില്ല. മദ്രസ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുക. അങ്ങനെ വീറും വാശിയും അടുത്ത നിലപാടും. അന്ന് പ്രസിഡന്റ് സോമിലായ കളിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട മർഹൂം പി മൂസുകുട്ടി മാസ്റ്റർ. അദ്ദേഹം അടക്കം പറഞ്ഞയച്ചു, മകനോട് പറഞ്ഞയച്ചു, നമ്മൾ ഇരു സമസ്തയുമായി ബന്ധപ്പെടാതെ നമുക്ക് പിന്നെ നിലവിലുള്ള സിലബസ് തന്നെ പഠിപ്പിച്ചുകൊണ്ട് പിന്നെ ഇവിടെ വെച്ച് പരീക്ഷ നടത്തി മുന്നോട്ട് നീങ്ങാമെന്ന്. പക്ഷേ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് മദ്രസ 2ആയത്. ആരാ ഉണ്ടാക്കിയത്? എപിക്കാരാ അല്ല, ഇക്കക്കാരാ അല്ല. പക്ഷെ കാരണക്കാരാണ്. ഈ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. കാരണക്കാർ നിങ്ങൾ മനസ്സിലായല്ലോ. എങ്കിലും ശരി, 2ആയി. കൂട്ടായി തീരുമാനിച്ചു, സംയുക്തമായി തീരുമാനിച്ചു. മദ്രസ 2ആയി വിഭജിക്കപ്പെട്ടു. ആ സമയത്ത് തന്നെ മുകൾ ഭാഗം EK വിഭാഗത്തിലും അടിഭാഗം താഴ്ഭാഗം ഒരു റൂം ഒഴികെ, ഇപ്പോഴും പള്ളിയുടെ സാധനങ്ങൾ വെക്കുന്ന റൂമുണ്ട്, ആ റൂം ഒഴികെ അടിഭാഗം മുഴുവനായി. അടിഭാഗം എവിടെയൊക്കെ ഒഴിവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അടിഭാഗത്തെ എവിടെയാണ് ഒഴിവ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു റൂം ബാക്കി ഈ AP വിഭാഗത്തിനുമാണ് തീരുമാനിച്ചത്. വലതു ഭാഗത്തുള്ള ഷെഡ്, വടക്ക് ഭാഗത്തുള്ള കിഴക്ക് പടിഞ്ഞാറായി കിടക്കുന്ന ഷെഡ് EK വിഭാഗത്തിനും, പിന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഷെഡ് AP വിഭാഗത്തിനും തുടർന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് മദ്രസ നീങ്ങിയത്, സൗകര്യം ഒരുക്കിയത്.
അങ്ങനെ ഹിദായത്തുൽ മുസ്ലിം സംഘം എന്ന മഹല്ല് കമ്മിറ്റി തന്നെയായിരുന്നു ഔദ്യോഗിക തീരുമാനത്തോടെ ഇരു മദ്രസകളും നടത്തിയിരുന്നത്. ഈ മദ്രസ രണ്ടാക്കിയിട്ട് ആരെ നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മിറ്റി തന്നെ. നമ്മുടെ മഹല്ല് കമ്മിറ്റി ആയിരുന്നു മക്കളെ ഇരു മദ്രസകൾ നടത്തിയിരുന്നത്. 1990 മഹല്ല് കമ്മിറ്റി തീരുമാനപ്രകാരം തന്നെ 1990 AP വിഭാഗം മദ്രസ, AP വിഭാഗം സമസ്തയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരവും വാങ്ങി. നമ്മൾ പോയിട്ട് രഹസ്യമായി പോയി വാങ്ങിയല്ല, ഒക്കെ നടക്കണമായിരുന്നു. കമ്മിറ്റി തീരുമാനിച്ചതാ. കോഴിക്കോട് അതേമാതിരി കോഴിക്കോട് വിദ്യാഭ്യാസ ബോർഡുമായി ബന്ധപ്പെട്ട് AP വിഭാഗം മദ്രസ ഒക്കെ അംഗീകാരം വാങ്ങി. നിങ്ങൾക്ക് സംസാരിക്കുന്ന റെക്കോർഡില്ലേ? അങ്ങനെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ്, ഔദ്യോഗിക തീരുമാനപ്രകാരമാണ് നമ്മുടെ മദ്രസ ദാറുൽ സുന്നി മദ്രസ അവിടെ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം ദാറുൽ സുന്നി മദ്രസ എന്ന പേരിൽ രജിസ്ട്രേഷനോടെ പ്രവർത്തനം നടത്തി. കമ്മിറ്റി തീരുമാനിച്ചു, രജിസ്ട്രേഷൻ നടത്തി, ദാറുൽ സുന്നി മദ്രസ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് സുന്നിസം മുറുകെ പിടിക്കുന്നതുകൊണ്ട് ദാറുൽ സുന്നി മദ്രസ എന്ന റാഹത്തിന് വേണ്ടി പേരിട്ടു. മനസ്സിലായില്ലേ? സമസ്തയിലെ പിളർപ്പ് മുതൽ തന്നെ തുല്യ പങ്കാളിത്തത്തിൽ സംയുക്തമായി നീങ്ങിയ മഹല്ല് കമ്മിറ്റി നേരത്തെ പറഞ്ഞ പോലെ ഇരു മദ്രസകളും അതോടൊപ്പം പള്ളി മഹല്ല് ഭരണവും വർഷങ്ങളോളം സംയുക്തമായി വളരെ ഐക്യത്തോടെ നടത്തി മുന്നോട്ട് നീങ്ങി. പിന്നീട് അതത് വിഭാഗത്തിന്റെ നേരിട്ടുള്ള പ്രവർത്തന സൗകര്യാർത്ഥം മനസ്സിലാക്കണം. മദ്രസകൾ അതത് വിഭാഗക്കാർ, അതായത് APK പരിപൂർണമായും സ്വന്തം ഉത്തരവാദിത്വത്തിൽ നേരിട്ട് സ്വതന്ത്രമായി നടത്താൻ മഹല്ല് കമ്മിറ്റി തീരുമാനമെടുത്തു. സ്വന്തം കമ്മിറ്റി നേരിട്ട് നടത്താൻ, പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ നടത്താൻ മഹല്ല് കമ്മിറ്റി ആ തീരുമാനമെടുത്തു. അവിടെ മുതൽ AP വിഭാഗം മദ്രസ നടത്തിപ്പ് ദാറുൽ സുന്നി മദ്രസ മാനേജിംഗ് കമ്മിറ്റിയും EK വിഭാഗം മദ്രസ അവരുടെ സ്വന്തം കമ്മിറ്റിയും നേരിട്ട് സ്വതന്ത്രമായി നടത്തി വരികയാണ്. ഇപ്പോഴും അതേ രൂപത്തിലാണ് നടക്കുന്നത്. മഹല്ല് കമ്മിറ്റി പള്ളി മഹല്ല് ഭരണം മാത്രം നിർവഹിച്ചു നീങ്ങുന്നു. ഇടക്കാലത്ത് EK വിഭാഗത്തിന്റെ അങ്ങേറ്റം വാശിയോടുകൂടിയ ഡിമാൻഡിനെ തുടർന്ന്, ആവശ്യത്തെ തുടർന്ന് AP വിഭാഗം തീർത്തും എതിരായിട്ടും ഒരു ഈർക്കൽ പോലും വായിക്കാൻ പാടില്ല എന്ന് നമ്മളെ നേതാക്കളും പ്രവർത്തകരും ആവശ്യപ്പെട്ടു, വാദിച്ചു. പക്ഷേ തയ്യാറായില്ല. ഭാഗിച്ചേ തീരൂ, മദ്രസ നടത്താൻ സ്വത്ത് വേണം എന്ന് പറഞ്ഞ് നിരന്തരം ആവശ്യപ്പെട്ടു. അങ്ങനെ ലാസ്റ്റില് നമ്മുടെ കാരണന്മാരുടെ മസ്ലഹത്ത് കണക്കെടുത്തുകൊണ്ട് മഹല്ല് കമ്മിറ്റി വക സ്വത്തുക്കളിൽ തുല്യമായ 11 സൈറ്റുകൾ വീതം ഓഹരി വെച്ച് മദ്രസ നടത്തിപ്പിനായി ഇരുകൂട്ടർക്കും ഔദ്യോഗികമായി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളല്ല സ്വത്ത് വായിക്കണം, പ്രസംഗിക്കാറില്ലല്ലോ. സ്വത്ത് വായിച്ചു, മദ്രസ വായിച്ചു, മറിച്ചാക്കി സ്വത്ത് വായിച്ച് നമ്മളല്ല, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിരുന്നത്, ഒരു ഈർക്കൽ പോലും വായിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ നിരന്തരമായിട്ടുള്ള വാശിയേറിയ ആവശ്യത്തെ തുടർന്ന് മസ്ലഹത്ത് പ്രകാരം വാങ്ങിച്ചു. ആര് വായിച്ചു? മഹല്ല് കമ്മിറ്റി തീരുമാനമെടുത്ത് വാങ്ങിച്ചു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. 2004 ഈ സുപ്രധാന നടപടി കൈക്കൊണ്ടത്. തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ സ്വത്തുക്കളുടെ നികുതി വീതം അതത് വിഭാഗമാണ് കൊടുത്തു വരുന്നത്. ഈ വായിക്കപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ട സ്വത്തുക്കളുടെ നികുതി വീതം അതത് വിഭാഗമാണ് കൊടുത്തു വന്നിരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കും മഹല്ല് ഭരണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും വ്യവസ്ഥാപിത രൂപം നൽകി മേലിൽ തുല്യ പങ്കാളിത്തത്തോടെ തന്നെ ഐക്യത്തിലും സമാധാനത്തിലും നീങ്ങുവാനായി 2004 ഇരു സമസ്തയുടെയും അവരവർ തീരുമാനിക്കപ്പെട്ട നേതാക്കളും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും മദ്രസാ ഭാരവാഹികളും പങ്കെടുത്ത് ജില്ലാ പോലീസ് മേധാവിയുടെ DYSPയുടെ ഓഫീസിൽ മലപ്പുറത്ത് വെച്ച് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ കൂട്ടായി അംഗീകരിച്ച ഉടമ്പടി കരാർ പ്രകാരമാണ് പ്രിയമുള്ളവരെ ഈ അടുത്തുവരെ 12 വർഷത്തോളമായി നമ്മുടെ മഹല്ല് ഭരണവും ഇരു മദ്രസാ ഭരണവും സൗഹാർദ്ദത്തിൽ സമാധാനത്തോടെ നീങ്ങിയത്. ഇതാണ് വസ്തുത കേട്ടോ. ഇപ്പൊ എന്തുണ്ടായി? എന്തൊക്കെ കാട്ടിക്കൂട്ടിയത്? എന്തിനൊക്കെ കാട്ടിക്കൂട്ടി? അങ്ങനെ തന്നെ നീങ്ങാ പോരെ? ആരാ വിഷയം പ്രശ്നം ഉണ്ടാക്കിയത്? 1952
ആദ്യമായി രജിസ്റ്റർ ചെയ്ത് 1986 വരെ മാത്രം രജിസ്ട്രേഷൻ പുതുക്കി. പിന്നീട് 1989 സമസ്തയിൽ പിളർപ്പ് സംഭവിച്ചു. ഇക്കാലം വരെ നീണ്ട 29 വർഷങ്ങളായി പുതുക്കാതിരുന്ന മഹല്ല് കമ്മിറ്റി രജിസ്ട്രേഷൻ, അതായത് സൊസൈറ്റി രജിസ്ട്രേഷൻ, ഈ വിഭാഗം തീർത്തും ഏകപക്ഷീയമായി. ഇവിടെ കമ്മിറ്റി ഇല്ലേ, ജനറൽ ബോഡി ഇല്ലേ, ആലോചിച്ചോ? പുതുക്കുന്നതിന് നമ്മളെതിരല്ല, കൂടി ആലോചിച്ചിട്ട് സ്വീകാര്യമായ തീരുമാനം ഉണ്ടാക്കിയിട്ട് നമുക്ക് പുതുക്കാമായിരുന്നു. ഒരു കൂടിയാലോചന ഉണ്ടായില്ല. തികച്ചും ഏകപക്ഷീയമായി സ്വകാര്യമായി കള്ളത്തരങ്ങളും കള്ള ഒപ്പും അടക്കം നടത്തി. ഈ അവസരത്തിൽ ഓർക്കുകയാണ് മഹാനായ പി ആങ്ങൂട്ടി മാസ്റ്റർ. തിരുമനിക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഈ അവസരത്തെ ഈ പിളർപ്പ് സമയത്തൊക്കെ ഏറെ റാഹത്തോടെ, സമാധാനത്തോടെ, പ്രാഗൽഭ്യത്തോടെ ഇതൊക്കെ നിയന്ത്രിച്ച ആളായിരുന്നു കണക്കയിൽ പി ആങ്ങൂട്ടി മാസ്റ്റർ. അദ്ദേഹം മരിക്കുമ്പോ പുതുക്കാത്ത സമയമാണ്, അതിന് മുമ്പാ പുതുക്കിയത്. അദ്ദേഹം സെക്രട്ടറിയാണ്. പുതുക്കുമ്പോഴൊക്കെ അതാത് കാലത്ത് സെക്രട്ടറിമാർ ഒപ്പിടണം. ആങ്ങൂട്ടി മാസ്റ്റർ കള്ള ഒപ്പിട്ടിട്ടില്ലേ? വാഗേരി ഉസ്താദ് മരിച്ചുപോയി, കള്ളൊപ്പിട്ടില്ലേ? പിന്നെ അതൊക്കെ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുതും. അങ്ങനെ കള്ളൊപ്പും കള്ളരേഖകളും എല്ലാം ചമച്ച് ഏകപക്ഷീയമായി സ്വകാര്യമായി രജിസ്ട്രേഷൻ നടത്തി. ഇതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ വിഷയത്തിന്റെയും തുടക്കം. ഇതെന്തിനു ചെയ്തു? 29 കൊല്ലത്തേത് പുതുക്കി. എന്നിട്ടോ അങ്ങനെ പുതുക്കിയിട്ട് ഇപ്പൊ എല്ലാം സ്വന്തത്തിൻ്റെതാണ്, ഞങ്ങളതാണ് എന്ന് പറഞ്ഞു നടക്കുക. സുബ്ഹാനല്ലാഹ്, എന്ത് പറയാനാ? ഒന്നും പറയുന്നില്ല മക്കളെ. നടക്കൂലട്ടോ, നടക്കൂല മക്കളെ, ഒരിക്കലും നടക്കൂല. അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്ത് രജിസ്ട്രേഷൻ അല്ല, ഇതിന്റെ അപ്പുറല്ല. എന്ത് നടന്നാലും മഹല്ലുവാസികളാ, ഇവർ എങ്ങോട്ടും പോകില്ല, ആരും എങ്ങോട്ടും പോകില്ല. അത് മനസ്സിലാക്കിയാൽ മതി. അത്രേ പറയാനുള്ളൂ. ഇവിടെയാണ് ഇപ്പോൾ സംജാതമായ ഗൗരവതരമായ എല്ലാ പ്രശ്നത്തിന്റെയും തുടക്കവും സങ്കീർണതയും. മനസ്സിലാക്കുക. എന്തെല്ലാമോ മോഹിച്ച് എല്ലാ രേഖകളും റെക്കോർഡുകളും ഇപ്പൊ വഖഫ് ബോർഡിനും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. വഖഫ് ബോർഡില്ലേ നമ്മളതാണെന്നാ പറഞ്ഞത്. മക്കളെ എന്നും നമ്മളതാകുമോ? പൂജക്കാണ് മനസ്സ് മാറ്റിക്കാളി, എന്നും നമ്മളതാകുമോ? പോക്കറ്റിൽ കൊണ്ടെടുക്കാൻ പറ്റും. അപ്പൊ വഖഫ് ബോർഡിൽ ഇവിടുത്തെ എല്ലാ രേഖകളും റെക്കോർഡുകളും സ്വത്തിന്റെ റെക്കോർഡിലൊക്കെ വഖഫ് ബോർഡിൽ കൊണ്ടുവരാക്കിയാണ്. നീ പോരോടി വരുമല്ലോ, നമുക്ക് കാണാം. അത്ര മാത്രമേ പറയുള്ളൂ. കാണാം മക്കളെ, ഇൻഷാ അല്ലാഹ് കാണാം. അങ്ങനെ വഖഫ് ബോർഡിൽ കൊണ്ട് ലോക്കാക്കിക്ക. അതിനൊക്കെ അപ്പൊ ഈ സമയം എടുത്തായി. ഇവർക്കുള്ള പണി ഇതൊക്കെ ആയിരുന്നു. രജിസ്ട്രേഷൻ, വഖഫ് ബോർഡ് ലോക്കാക്കല്. അങ്ങനെ കമ്മിറ്റി ഇല്ല, ജനറൽ ബോഡി ഇല്ല, ഒന്നുമില്ല, രേഖയില്ല, ഒന്നുമില്ല. ഇതാണ് സ്ഥിതി. എന്നിട്ടോ അതോടൊപ്പം ഇപ്പൊ പല കുപ്രചാരം ഇതൊക്കെ നടത്തിയിട്ട് ഇപ്പൊ പല കുപ്രചാരണങ്ങളും കള്ള പ്രസ്താവനകളും പല വിവരക്കേടുകളും ഒളമ്പി നീങ്ങുകയാണ്. പാവം നേതൃത്വമില്ലാത്ത SK ചേളാരി വിഭാഗം എന്തെല്ലാമാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നാണ് എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത്. എന്തെല്ലാമാണ് നാം കണ്ടതും കേട്ടതും. ഇവിടെ ഇപ്പൊ എന്തൊക്കെ കഴിഞ്ഞ് ഈ AP വിഭാഗം ഞങ്ങൾ ഇതേവരെ ഈ കാര്യത്തിൽ ഈ ഗ്രാൻഡ് മടക്കിയപ്പോ അതിന്റെ കാര്യം വിശദീകരിക്കാൻ കക്കോ ഒരു പരിപാടി നടത്തിയെന്നല്ലാതെ അത് പിന്നെ വേറെ പറയാണ്ട്. ഈ കാര്യത്തിൽ ഞങ്ങൾ ഒരു വേദി ഉപയോഗപ്പെടുത്തില്ല. ഇവിടെ മദ്രസയുടെ നബിദിനാഘോഷമടക്കം മീലാദ് പ്രോഗ്രാം 2-ാം ദിവസം എന്തെല്ലാം കേട്ടു. ഇനി സ്നേഹികളെ, നമ്മൾ എന്ത് നബിദിനാഘോഷം, മീലാദ് പ്രോഗ്രാം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇവിടെ എന്തൊക്കെ കേട്ടു. ഒന്ന്, നമ്മളാ മദ്രസ ഉണ്ടാക്കിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞങ്ങളല്ല ഉണ്ടാക്കിയത്, നിങ്ങളുടെ വാശി കൊണ്ടാണ് ഉണ്ടായത്. ആ വാശി കൊണ്ട് മഹല്ല് കമ്മിറ്റി കൂട്ടായി തീരുമാനിച്ചിട്ട് നമ്മളാണ് രണ്ടായി തീരുമാനിച്ചത്. മനസ്സിലായോ? കാര്യം മനസ്സിലാക്കണം. പിന്നെ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ. മദ്രസ ഇപ്പൊ പറഞ്ഞത് താഴത്ത് കൊലായി നമുക്കും ഉള്ളതാണ്. അങ്ങനെയാണ് ഈ കൊലായ്മലി നേരത്തെ അവിടെ നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും ഇല്ലേ ക്ലാസ് കൊലായ്മലി നമ്മളെ ആദ്യം കൊലായി ഫുള്ള് നമ്മൾ എന്നെ ഉപയോഗിച്ചിരുന്നത്. അതിനാണ് കേറി പോയുള്ളൂ.
പിന്നെ നമ്മൾ കൂടി മനസ്സിലാക്കി രണ്ടു കൂട്ടരോട് രാവിലെ 2 ബാച്ചാവും വന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് വരിക. അപ്പൊ അവിടെ ഇരിക്കാനൊക്കെ ഉപയോഗിക്കാം. സൗഹാർദ്ദം, ഐക്യം, അതാണ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടി അവിടെ പിന്നെ സൗകര്യം ചെയ്തു. ഇപ്പൊ അത് ഇവിടെ നമുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടി ഇവിടെ ഓട് വെക്കല്, മാറ്റല്, നമ്മളുടെ അടുത്ത് മാറ്റല് ഒക്കെ ചെയ്തത് ആദ്യം അവരാ, എല്ലാം ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് 66 വയസ്സ് കഴിഞ്ഞു. ഏത് നമ്മുടെ മദ്രസന്റെ കൊലായിൽ ആണ് കേറിനോടുത്ത് മേലെ മോൾക്കും കേറിനോടുത്ത് സ്റ്റേജ് കെട്ടി ഒരു പരിപാടി നടത്തിയത് എനിക്കൊന്നും ഓർമ്മയില്ല. ഇക്കഴിഞ്ഞ നബിദിനാഘോഷത്തോടനുബന്ധിച്ച് അവിടെ തന്നെ സ്റ്റേജ് കെട്ടണം, നടത്തും, ഞങ്ങൾ നടത്തിയേ തീരൂ. പ്രശ്നം ഉണ്ടാക്കിയല്ലേ? ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? എന്നിട്ടോ അവിടെ നടത്താൻ പറ്റുമോ? പൊയ്ക്കോളി പുറത്ത്. കെട്ടും കെട്ടി അങ്ങോട്ട് പോന്നു. ആരാ കാരണക്കാര്? നമുക്ക് ക്ഷമിക്കാം, സാരമില്ല കേട്ടോ. അതുകൊണ്ട് സൗഹാർദ്ദപരമായിട്ട് നമ്മുടെ അമ്മമാരാവണ്ട കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെ നടത്താം. നമ്മൾ പുറത്ത് നടത്തി, നമ്മളും പുറത്ത് നിർത്തി ഈ അവസ്ഥ സൃഷ്ടിച്ചു. സത്യം മനസ്സിലാക്കണം. സത്യമല്ലാത്ത ഹക്കല്ലാത്ത ഒരു കാര്യവും നമ്മൾ പറയാൻ തയ്യാറില്ല. ഞാൻ ആദ്യം പ്രാർത്ഥന ചെയ്ത് മറ്റൊരു കാര്യം സ്വത്ത് വായിച്ചതാ. അതും പറഞ്ഞില്ലേ, നമ്മളല്ല വായിച്ചത്. നിങ്ങളുടെ വീറും വാശിയും ശക്തമായ നിലപാട് കൊണ്ടാണ് ഇവിടെ സ്വത്ത് വായിച്ചത്. ഞങ്ങളുടെ എല്ലാവരും ഇതിലായിരുന്നു. ബഹുമാനപ്പെട്ട ആലുകുട്ടി ഹാജി, ഈ സ്കൂളിന്റെ മേജർ കൂടിയായിരുന്ന, ഇപ്പോൾ ബേപ്പൂരിൽ താമസിക്കുന്ന ആലുകുട്ടി ഹാജി, അദ്ദേഹത്തിന്റെ ഭാഷ ഒരു ഇറുക്കൾ പോലും വായിക്കാൻ പാടില്ല. പിന്നെ കാരണന്മാരുടെ നിർബന്ധം കൊണ്ടാണ് വഴങ്ങിയിട്ട് മത്സരത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചത്. അപ്പൊ ഞങ്ങളല്ല സ്വത്ത് വായിച്ചത്. അതുപോലെ വായിച്ച സ്വത്തിന്റെ പാടന്താരിയൊക്കെ 11 സൈറ്റിൽ ഒരു സൈറ്റ് ഇപ്പൊ വേറെ ഏതൊരു വ്യക്തിയായിട്ട് കൈമാറുന്നല്ലോ. പക്ഷേ സുബ്ഹാനല്ലാഹ്, കൊടുത്തു കൊടുക്കട്ടെ. പള്ളിന്റെ സ്വത്താണ് 11 വീതം സൈറ്റ് വായിച്ചു കൊടുത്ത്. അതിൽ അവർക്ക് കിട്ടിയ 11 സൈറ്റിൽ ഒരു സൈറ്റ് ഒരു സ്വകാര്യ വ്യക്തിയുമായിട്ട് മാറിയണല്ലോ കേട്ടോ. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ പുറത്തു കൊടുക്കുക അല്ലാഹുവല്ല. പിന്നെ പറഞ്ഞതിപ്പോ നമ്മൾ മദ്രസ രജിസ്ട്രേഷൻ ചെയ്തു. അല്ലല്ല, അതിന് മുമ്പ് പറയട്ടെ, ജുമാ മുടക്കി. മഹലിന്റെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, നമ്മുടെ ഫലാഹ് മസ്ജിദിന്റെ ബഹുമാന്യനായ ഉസ്താദ് ഉണ്ട്, ഹംസ മുസ്ലിയാരുണ്ട്. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ഇവിടുത്തെ ചരിത്രം പലതും അറിയുന്ന ഇവിടെ SSF കെട്ടിപ്പടുക്കുന്നതിൽ മഹനീയ പങ്കുവഹിച്ച് പ്രിയപ്പെട്ട KK സേതു മുസ്ലിയാർ സ്റ്റേജിലുണ്ട്. അവരൊക്കെ ഇരുത്തിക്കൊണ്ട് പറയട്ടെ, നിങ്ങൾ എല്ലാവരെയും സാക്ഷികളാക്കി കൊണ്ട് പറയട്ടെ. സത്യം മാത്രം പറയുകയാണ്. ആരാ സഹോദരങ്ങളെ ഇവിടെ ജുമാ മടിക്കുന്നത്? എല്ലാം കാണുന്ന അല്ലാഹു, അറിയുന്ന അല്ലാഹു. കണ്ണുകൊണ്ട് കണ്ടവർക്കും അറിയാം സത്യം, ചെവി കൊണ്ട് കേട്ടവർക്കും അറിയാം സത്യം. ആരാ ജുമാ മടിക്കത്? എന്തുകൊണ്ട് ജുമാ മടങ്ങി? ഏപ്പിക്കാർ ജുമാ മടക്കി. ലോകത്തൊക്കെ ഇവിടെ മാത്രമല്ല, കേരളക്കരയിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും കാലം അതല്ലേ, ഭൗതിക ടെക്നോളജി കാലല്ലേ. വാട്സപ്പ് കീഴ്സപ്പ് അങ്ങോട്ട് വിട്ടിട്ട് ഹംസംസ്കാരി ജുമാ മടക്കി പോയടത്തൊക്കെ വളരെ തെറ്റിപ്പോയി. ആരും പറയില്ലേ, ദീനീ സ്നേഹിയാനും പറയില്ലേ തെറ്റിപ്പോയിന്ന്. ഹംസംസ്കാരി ജുമാ മടക്കി. പടച്ചറബേ, എന്തായിരുന്നു കാരണം? 2 വാചകം പറയട്ടെ. ഈ അവസ്ഥ ഉള്ളത് കൊണ്ട് ഇവിടെ കഴിഞ്ഞ റമദാൻ വരെ 3 കൊല്ലം ഉണ്ടായിരുന്ന ഉസ്താദുമാർ ഉസ്താദിന്റെ കാലാവധി കഴിഞ്ഞിട്ട് കമ്മിറ്റി കൂടിയിട്ടില്ല, ജനറൽ ബോഡി കൂടിയിട്ടില്ല. പുതിയ കമ്മിറ്റി ഉണ്ടാക്കേണ്ട കാലം എന്നോ കഴിഞ്ഞു, ജനറൽ ബോഡി കൂടേണ്ട കാലം എപ്പോഴോ കഴിഞ്ഞു. എന്നിട്ട് ഉസ്താദുമാര് സമയം പിരിഞ്ഞുപോയി. പുതിയ ആളെ സാധാരണ വെക്കാൻ യോഗം കൂടും, തീരുമാനിക്കും, ശമ്പളം പറയും, അന്യോന്യം അംഗീകരിക്കും. അതൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് അതിന്റെ മുമ്പാണ് ഈ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോ കേട്ടു, റമദാൻ കഴിഞ്ഞ് വെള്ളിയാഴ്ച നമ്മുടെ ശക്തമായിട്ടുള്ള എതിരാളി കൂടിയായിട്ടുള്ള ഒരാളാണ് ഖുതുബക്ക് വരിക, ഇമാമായിട്ട് വരിക എന്ന് നമ്മളല്ല പ്രചരിപ്പിച്ചത്. മറുഭാഗത്ത് തന്നെ നമ്മൾ കേട്ടത്, മറുഭാഗത്ത് തന്നെയാണ് പ്രചരിപ്പിച്ചത്. പക്ഷെ നമ്മളതൊന്നും പ്രസംഗിക്കിട്ടില്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ കള്ള രജിസ്ട്രേഷൻ നടത്തിയതും പിന്നെ ജനറൽ ബോഡിയും കമ്മിറ്റിയും കൂടാത്തതും പ്രത്യേകിച്ച് ഈ രജിസ്ട്രേഷന്റെ കാര്യം ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടവരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ എല്ലാം അറിയിച്ചു. അടുത്ത വെള്ളിയാഴ്ച ജുമാ നടക്കേണ്ടതുണ്ട്. എങ്ങനെ എന്തൊക്കെ പാടുന്ന അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, വേണ്ടത് ചെയ്യണം. റമദാൻ കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ച അല്പം മുമ്പ്, മായ്സർ വിളിക്കുന്നതിന് അല്പം മുമ്പ്, വാങ്ങ് കൊടുക്കുന്നതിന് മുമ്പോ പിമ്പോ എന്ന് എനിക്കറിയില്ല, പോലീസ് വന്നു. ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട്, സ്വീകാര്യമായ കോണിലൂടെ മനസ്സിലാക്കിയിട്ട് പോലീസ് വന്നു. 2 കൂട്ടരെയും പ്രതിനിധികളെ വിളിച്ചു, ഈരാണ്ട് മാസ്റ്ററെയും ഹംസ മുസ്ലിയാരെയും അതുപോലെ മറുഭാഗത്ത് 2 ആളെയും
ഒന്ന് മുസ്ലിം എനിക്ക് തോന്നുന്നു. ഒന്നേ ആരാ? അബു നമ്മളൊരു അബു ഉണ്ടല്ലോ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ കേട്ടോ. അദ്ദേഹത്തെയും വിളിച്ചു. എന്നിട്ട് ജുമാ ഇന്ന് ഹുത്തുബ ഓതേണ്ട, നേതൃത്വം വഹിക്കേണ്ട ആൾ തീരുമാനിച്ചു കൊടുത്തു. 2-3 ആള് വന്നിരുന്നാ പറഞ്ഞത്. ഏതായാലും ഒരാൾ തീരുമാനിച്ചു, ഏൽപ്പിച്ചു കൊടുത്തു, ഷൈക്കൻഡ് കൊടുത്തു, അംസരിയാരെ അടക്കം ഏൽപ്പിച്ചു. അങ്ങനെ പള്ളിയിലേക്ക് പ്രവേശിച്ചു. ആളെ തീരുമാനിക്കാത്തതുകൊണ്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് മല്ലാക്കളോട് വരാൻ പറഞ്ഞില്ല. ഇവിടെ കമ്മിറ്റി കൂടിയിട്ടില്ല, ശമ്പളം തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് വരാന്ന് പറഞ്ഞിരുന്നു. കണ്ടെത്തിയിരുന്നു. അവിടെ ഇവിടുത്തെ തന്നെ നാട്ടുകാരനായിട്ട് നമ്മുടെ ഒരു കുട്ടി, ഒരു സഖാഫി മാഹിഷറെ വിളിച്ചു. മാഹിഷറെ വിളിച്ചാൽ ഹുത്തുബ കണ്ടേ, ആള് വരണ്ടേ? അതാ വരുന്നു ഉള്ളിന്ന്. ആര്? ഏൽപ്പിക്കാത്തൊരാള്, ആരും കാണാത്തൊരാള്. ബാക്കി നിങ്ങൾ ചിന്തിച്ചോളി. ഇതായിരുന്നു ജുമാ മടങ്ങാനുള്ള കാരണം. ശുദ്ധനായ ഇതിനെല്ലാം സാക്ഷിയായിട്ടുള്ള ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഹംസമുസ്ലിയാര് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളല്ലല്ലോ ഏൽപ്പിച്ചത്. ആ പറയലും ചാടി വീഴലും. തൽപര കക്ഷികൾ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ ചാടി വീഴലും, ഒച്ചപ്പാടുണ്ടാക്കലും, ബഹളവും. പിന്നെന്തൊക്കെയാ സംഭവിക്കുക? പോലീസ് ഇടപെട്ടു, എല്ലാവരും അങ്ങോട്ട് വിവരിക്കുമ്പോൾ നേരം പോകും. അപ്പൊ ഒറ്റ വാചകത്തിൽ ചോദിക്കട്ടെ, ആരാ ജുമാ മടിക്കത്? ആര് ഓതുന്നതിനും ആര് ഹുത്തുബ ഓതുന്നതിനും വിരോധമില്ല. സ്വീകാര്യനായ ആളായിരിക്കുന്നു മാത്രം, അതിന് പറ്റുന്ന ആളാണ് മാത്രം. പക്ഷേ വിശ്വാസവഞ്ചന, കടുത്ത വിശ്വാസവഞ്ചന, കടും വഞ്ചന നടത്തിയില്ലേ? ഏൽപ്പിക്കപ്പെട്ട പോലീസ് അടക്കം വന്ന് ഏൽപ്പിച്ച ആൾക്ക് പകരം നിങ്ങൾ എന്തിനു വേറെ ആളാക്കി? അത് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ചാടി വീണു. ഇവിടുന്ന് അടക്കം ആൾക്കാർ അങ്ങോട്ട് പോയി. ഏത്? നമ്മുടെ ഇവിടുത്തെ ഒരു പള്ളിയിൽ ഇവിടെ മസ്ജിദുൽ ഫലാഹിൽ ഒറ്റ കുട്ടിയും ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നീട് അറിഞ്ഞത്. ആരും അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടുന്ന് കൂട്ടത്തോടെ അങ്ങോട്ട് പോയി കേൾക്കുന്നത്. അപ്പോ വെൽ പ്ലാൻഡ് അല്ലേ? വെൽ പ്ലാൻഡ്, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത്. ആരാ ജുമാ മടിക്കത്? സഹോദരങ്ങളെ, നിങ്ങൾ ഇതിന് കയ്യും കെട്ടി ഉറപ്പാണ് മറുപടി പറയേണ്ടി വരും. ഇതിനല്ലാതെ ഏതിനാ മറുപടി വേണ്ടി വരാ? ആരാ ജുമാ മടിക്കത്? അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഹംസ മുസ്ലിയാരല്ല, ഇവിടുത്തെ ഹബീബാക്കാരല്ല. ആരാ? എല്ലാവർക്കും മനസ്സിലായില്ല? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല. ലോകത്തിനും അറിയാം. അന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അറിയില്ല. പിന്നെ എല്ലാവരും കാര്യം മനസ്സിലാക്കി. ലോകത്തുള്ള രീനിസൈകളൊക്കെ കാര്യം മനസ്സിലാക്കി. ഇതാണ് സംഗതി. അതാണ് ജുമാ മടക്കം. ഞങ്ങളല്ല കാരണക്കാര്. 100%, 101 ഡിഗ്രിയിൽ നിങ്ങളാണ് കാരണക്കാർ. എവിടെയും പറയാൻ തയ്യാറാണ്. എത്ര പ്രാവശ്യവും പറയാൻ തയ്യാറാണ്. അല്ലാതെ നിങ്ങൾ പറയാൻ പറ്റുമോ? ഇനി മറ്റൊന്നുള്ളത്, മദ്രസ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്, സൊസൈറ്റി രജിസ്ട്രേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്തു. മദ്രസ 1990 കമ്മിറ്റി തീരുമാനപ്രകാരം മദ്രസ സുന്നി വിദ്യാഭ്യാസ ബോർഡിൽ കമ്മിറ്റി തീരുമാനപ്രകാരം രജിസ്റ്റർ ചെയ്തതിനെ പറ്റി എല്ലാം പറഞ്ഞു. 2004 ശേഷം ഈ ഉടമ്പടി കരാറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പലവിധ ആവശ്യങ്ങളും സാങ്കേതിക ആവശ്യവും എല്ലാം കണക്കെടുത്തുകൊണ്ട് സൊസൈറ്റി രജിസ്ട്രേഷൻ പ്രകാരം പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ സ്വന്തമായി നടത്താൻ ഇരു വിഭാഗത്തെ ഏൽപ്പിച്ചതാ. വെവ്വേറെ കമ്മിറ്റിയാ, വെവ്വേറെ മദ്രസയെ. അതുകൊണ്ട് പല ആനുകൂല്യം ലഭ്യമാക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സൊസൈറ്റി ആക്ട് പ്രകാരം നമ്മുടെ കമ്മിറ്റി രജിസ്റ്റർ ചെയ്തു. മദ്രസ കെട്ടിടം രജിസ്റ്റർ ചെയ്തിട്ടില്ല, സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രജിസ്ട്രേഷൻ നടത്തിയെന്ന. അതുകൊണ്ടാണ് തുല്യ പങ്കാളിത്തത്തിൽ സംയുക്തമായി റാഹത്തോടെ ഐക്യത്തിൽ സൗഹാർദ്ദം നീങ്ങുന്ന ഈ കമ്മിറ്റി കള്ളത്തരത്തിൽ ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തെന്ന. ആരോടൊക്കെ പറഞ്ഞത്? പിന്നെ പറഞ്ഞ ഈ രജിസ്ട്രേഷനിൽ ഇതൊക്കെ പിന്നെ മർക്കസിന് കൊടുക്കുന്നു പറഞ്ഞു. മർക്കസിന് കൊടുക്കുന്നേ? എന്റെ മക്കളെ, എങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ഭരണഘടന എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നൊന്ന് മനസ്സിലാക്കിക്കൂടെ? എടോ, ഏതൊരു സ്ഥാപനവും സംഘടനയും രജിസ്റ്റർ ചെയ്യുമ്പോഴും ആ സ്ഥാപനം ഈ സംഘടന നിന്നുപോയാൽ, ആ സ്ഥാപനം അല്ലെങ്കിൽ സംഘടന നിന്നുപോയാൽ, പ്രവർത്തനം നടക്കാതെ വന്നാൽ, അല്ലെങ്കിൽ തമ്മിൽ പിന്നെ ബഹളമോ പ്രശ്നമോ ഉണ്ടായി നിശ്ചലമായാൽ അത് ആര് നടത്തണം എന്ന് അതിൽ പറയണം. അപ്പോഴേ ഭരണഘടന രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ ദാറുൽ സുന്നി മദ്രസ എന്തെങ്കിലും കാരണത്താല് പ്രവർത്തനം നടക്കാതെ പോയാൽ ആര് നടത്തും? ഒരു കൊണ്ടുപോകുന്നില്ല, അതുറപ്പാ. ഒരു കൊണ്ടുപോകുന്നില്ല. ആര് നടത്തണം എന്നാ നമ്മൾ പറയേണ്ടത്? ഈ കെ വിഭാഗം നടത്തണമെന്നോ, അല്ലെങ്കിൽ ഇവിടുത്തെ KMRC നടത്തണമെന്നോ, അല്ലെങ്കിൽ KMRC നടത്തണമെന്നോ, അല്ലെങ്കിൽ ലീഗ് കോൺഗ്രസ് നടത്തണമെന്നോ? അല്ല, മർക്കസ് നടത്തും എന്ന് നമ്മൾ പറഞ്ഞു. ഞങ്ങൾക്ക് യാതൊരു ഒളി മരുന്നില്ല. എന്തായാലും തെറ്റ്
ഓരും ഉണ്ടാവുന്നില്ല. ഓര് ഇവിടെ നടത്തുള്ളൂ, ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യപ്രകാരം നടത്തും. ഇവിടെ വേണമെങ്കിൽ വിളിച്ചുകൂടി കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കും. അത് തന്നെ വെറുതെ എന്തെങ്കിലും പറയണ പൊന്നാര മക്കളെ, കാര്യം മനസ്സിലാക്കിയിട്ട് മതി. ഏത് രജിസ്ട്രേഷൻ നടത്തുമ്പോഴും അതുണ്ടാവും, പറയും. നിന്ന് പോയാൽ ആരും നടത്തുന്നുള്ളത്. കൂടുതൽ പറയുന്നില്ല, നീണ്ടുപോകും. പിന്നെ വേറെ എന്നുള്ളത് ബഹുമാന്യനായ നമ്മുടെ എല്ലാമായ നമ്മുടെ ദീനീ സ്നേഹികളുടെ ഒക്കെ സുന്നികളുടെ ഒക്കെ എല്ലാമായ ഞാൻ ഇരുത്തിയാഞ്ഞ് വലുതാക്കുന്നില്ല. ഹംസം മുസ്ലിയാർ, ഞാൻ ചോദിക്കട്ടെ, ഈ ഹംസം മുസ്ലിയാർ ഇപ്പോഴുള്ള കമ്മിറ്റി എന്നാണോ ആദ്യമായി ജനറൽ ബോർഡ് കൂടി തെരഞ്ഞെടുത്തത് അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്നത്? അന്ന് പ്രസിഡന്റ് ഹംസം മുസ്ലിയാരും സെക്രട്ടറി ബാസിത്ത് ഹാജിയുമായിരുന്നു. ഞങ്ങളൊക്കെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഹംസം മുസ്ലിയാർ അദ്ദേഹം ഗൾഫിലായിരുന്നല്ലോ, നിർത്തണം എന്നുള്ള താല്പര്യമായിരുന്നു. പക്ഷേ സാങ്കേതിക കാരണത്താല് നിർത്താൻ പറ്റിയില്ല. വീണ്ടും ഉടനെ ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ പുറത്തേക്ക് പോകേണ്ടി വന്നു, ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും ആവശ്യവും പൊതുവെ എല്ലാവരുടെയും നിർദ്ദേശവും പ്രകാരം രണ്ടു കൂട്ടരുടെയും ഈ ഉള്ളവൻ, സാധുവായ വിനീതനായ ഈ ഉള്ളവനാണ് പിന്നീട് പ്രസിഡന്റായത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പള്ളി വളരെ ഉഷാറില് കാണില്ലേ? എന്തായിരുന്നു നമ്മുടെ പള്ളിയുടെ സ്ഥിതി? ഇപ്പൊ എന്താ സ്ഥിതി? ആരുടെ കാലത്താണ് ഒരു വിഭാഗം എന്തെല്ലാമോ താല്പര്യാർത്ഥം അത് ഇപ്പൊ നന്നാക്കണ്ട, പൊളിക്കണ്ട, ഓടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും ഇവിടെ പള്ളി നന്നാക്കാൻ തീരുമാനിച്ചു. ഇദ്ദേഹത്തിന് തലച്ചോറിനാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം ഒത്തിരി പോണ്ടി വന്നു, നമ്മൾ ഏറ്റെടുത്തു. അങ്ങനെ നന്നാക്കാൻ തീരുമാനിച്ചു, പുനർനിർമ്മാണം നടത്താൻ തീരുമാനിച്ചു, പുനർനിർമ്മാണ കമ്മിറ്റി ഉണ്ടാക്കി, ഒരു നല്ല വായു സംഘടിപ്പിച്ചു. അതിനും എതിര് നിന്നു. അതൊന്നും ഇപ്പൊ നടക്കൂല. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് കക്കോവിന്റെ ചരിത്രത്തിൽ ഇക്കാലം വരെ കാണാത്ത രൂപത്തിൽ വമ്പിച്ച വായു പരിപാടി നടന്നു. ഇരുകൂട്ടരുടെയും പണ്ഡിതന്മാരും സയ്യിദന്മാരും പങ്കെടുത്തു. നല്ല സംഖ്യ ലഭിച്ചു. അങ്ങനെ ഫണ്ടുണ്ടായി. അതിന്റെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങി. മഹാനായ മരിച്ചുപോയ നമ്മുടെ പ്രിയങ്കരനായ അലിംയാജി ഞാൻ ഏറെ റാഹത്തോടെ സ്മരിക്കുകയാണ്. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അദ്ദേഹം സാധുവായ പ്രസിഡന്റ് നിലക്ക്, കമ്മിറ്റിയുടെ ചെയർമാൻ നിൽക്കും, ഞാനും ഒക്കെ ഞങ്ങളാലാവുന്നത് ചെയ്തു. പലരും മാറിയുന്നവരുണ്ട്, കൂടാത്തവരുണ്ട്. ഇപ്പൊ ഒളിച്ചിരിക്കുന്ന മാതിരി തന്നെ, അനങ്ങാപ്പറ നയം സ്വീകരിക്കുന്ന മാതിരി തന്നെ അന്നും ഒളിച്ചു നിന്നു. പക്ഷേ ഇച്ഛാശക്തിയോട് കൂടി ഞങ്ങൾ പ്രവർത്തിച്ചു. ഈ രൂപത്തിലായി. അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെ ഉണ്ടായി? അവിടെ കാർപ്പറ്റ് വിരിച്ചു. അതും ആരുടെ തലയിൽ ഉണ്ടായതാ? ഹംസം മുസ്ലിയാർ തലയിൽ. പലരെയും സഹകരിപ്പിച്ചു. പിന്നെ മൈക്ക സെറ്റ് വാങ്ങി, റാഹത്തുള്ള സെറ്റ്. ആരുടെ തലയിൽ ഉണ്ടായതാ? ഉസ്താദിന്റെയും ഹംസം മുസ്ലിയാരുടെ തലയിൽ നിന്ന്. പലരെയും സഹകരിപ്പിച്ചു. ഇപ്പൊ മുന്നില് ഷീറ്റിട്ടു. അന്തസ്സില് ഉസ്താദുള്ള കാലത്ത്, പോയ മുഹമ്മദ് മുസ്ലിയാറുള്ള കാലത്ത് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇദ്ദേഹവും അതുപോലെ തന്നെ എല്ലാവരും സഹകരിപ്പിച്ചുകൊണ്ട് പലരും പങ്കെടുത്ത് സഹകരിച്ചു. അതും നടത്തി. എന്നിട്ടിപ്പോ നമ്മളൊന്നും ചെയ്യാത്തോലും ഇതൊക്കെ നമ്മളതാണ്, ഇതൊക്കെ ഞങ്ങളതാണ്. പാവം വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് മാത്രമേ അതിനെ പറ്റി പറയാനുള്ളൂ. പിന്നെപ്പോൾ വേറെ എന്നുള്ളത്, ഹംസം മുസ്ലിയാർ സലാത്ത് നടത്തുന്നുണ്ട്. ഹംസം മുസ്ലിയാരല്ലേ കൂട്ടരെ നടത്തുന്നത്? ഞങ്ങളാ നടത്തുന്നത്. നിങ്ങൾക്ക് നടത്താം. ഞങ്ങള് ഇതൊക്കെ എന്നോ തുടങ്ങിയവരാ. എന്നിട്ട് കളിയാക്കിയതല്ലേ നിങ്ങള്? ഇവിടെ ദിക്ർ തുടങ്ങിയപ്പോ ദിക്ർ കളിക്കാന്ന് പറഞ്ഞ നാടല്ലേ ഈ നാട്. എന്നിട്ടോ ഞങ്ങൾ ഓരോ ദീനി പരിപാടി നടത്തും. പിന്നെ സ്വന്തം കൗമിനെ പിടിച്ചിരുത്താൻ വേണ്ടി ബേക്കിൽ ഇങ്ങനെ വരുന്ന കൂട്ടരല്ലേ നിങ്ങള്? ഞങ്ങളിപ്പോ ഒരു സ്വലാത്ത് മജ്‌ലിസ് പുതുതായിട്ട് സംഘടിപ്പിച്ചു. എന്നിട്ടോ വീട് വിടാന്നേക്ക് ഇറങ്ങി ആ സ്വലാത്ത് ചെല്ലണമെന്നും ആ ചെല്ലുന്ന കണക്ക് വെക്കണമെന്നും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിന്റെ എണ്ണവും കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, ആ റാഹത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ദുആ നടത്തുമെന്നും നമ്മുടെ മദ്രസയുടെയും മറ്റു നടത്തിപ്പിനും മസ്ജിദ് ഫലാഹിന്റെ ഒക്കെ നടത്തിപ്പിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സംഭാവന പറയണമെന്നും പറഞ്ഞ് സമീപിച്ചു. ഓരോരുത്തരും 5ഉം 10ഉം 100ഉം 200ഉം ഒക്കെ ആയിട്ട് സ്വേച്ഛ പ്രകാരം പറഞ്ഞ സംഭാവന ഈ സ്വലാത്തിന്റെ എണ്ണം, സ്വലാത്ത് ചെല്ലിയത് ചോദിക്കാൻ പോകുമ്പോ കൊടുക്കുന്ന വാങ്ങും, കൊടുക്കാത്തവരത് വാങ്ങൂല. പറഞ്ഞവരെന്നില്ല എന്ന് പറഞ്ഞാൽ വാങ്ങൂല, നിർബന്ധിച്ചാരും വാങ്ങൂല. എന്നിട്ട് പിന്നെ ഇത് ഷീറ്റ് എടുത്തിട്ട് സലാത്തിന്റെ എണ്ണ എത്രയാണോ അതിനനുസരിച്ച് പൈസ വാങ്ങുന്നത്. എന്നിട്ട് മൂപ്പര് പോക്കറ്റിലാക്കുന്ന ഇതിനൊക്കെ കണക്ക് ഞങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ട്.
കേട്ടോ. അത് ഞങ്ങളെ നടത്തുന്നത്. ഞങ്ങളെ കണക്കൊക്കെ ഇപ്പം പോയി നോക്കി. മസ്ജിദ് ഫലാഹിന്റെ ബോർഡ് ഇപ്പം പോയി നോക്കി. ഇപ്പൊ കഴിഞ്ഞ സലാത്ത് വരെയുള്ള ഇതിന്റെ കണക്ക് അവതരിപ്പിച്ചത്. സലാത്തിന്റെ എണ്ണത്തിനനുസരിച്ച് പൈസ വാങ്ങി അതായിട്ട് അപ്പൊ മൂപ്പരിങ്ങനെ വിലസിന. അയ്യോ മക്കളെ, എന്താ മകളെ പറ്റി പറയാ? എന്റെ ചങ്ങാതി, സാരില്ല, നമുക്ക് ക്ഷമിക്കാം. അപ്പോ ഹംസംസ്ലിയാരെ തേജോധം ചെയ്യാൻ ഈ മഹലിലെ ആദർശബോധമുള്ള സുന്നി മക്കൾ ഒരു കാലത്തിനും അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ അടിവരായിട്ട് ഉറപ്പിച്ച് പറയുകയാണ്. ഈ മഹലിന് നേതൃത്വം നൽകാൻ ഹംസംസ്ലിയാരെ പോലത്തെ ആൺകുട്ടികൾ ഇവിടെയുണ്ട് എന്ന കാര്യം ഞങ്ങൾ ഉത്തരവാദിത്വബോധത്തോടുകൂടി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീട്ടുന്നില്ല. പിന്നെന്ന് പറയുന്നത് കഴിഞ്ഞ യോഗത്തിൽ പറയാ, ഞാനും കേട്ടു. അതൊക്കെ ഉണ്ട്. നമുക്ക് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഒരു പ്രശ്നം പ്രശ്നമില്ല. നിങ്ങൾക്ക് വന്ന് നിസ്കരിക്കാം. നിങ്ങൾക്ക് വന്ന് നിസ്കരിക്കാന്ന്. പടച്ച റബ്ബേ, കക്കോ മഹല്ല് നിവാസികൾക്ക്, സുന്നികൾക്ക്, ഇതിന്റെ ഒക്കെ ഉടമകളായിട്ടുള്ള നിങ്ങൾക്ക് വന്ന് നിസ്കരിക്കാം, ഞങ്ങൾ വിലക്കൂലാന്ന്. നിങ്ങളെ സമ്മതം വേണ്ടടോ. നിങ്ങളെ സമ്മതമാണോ ഹിദായത്ത് മസ്ജിദുൽ ഹിദായിൽ പോയി നിസ്കരിക്കാൻ? ആരാ ഈ പറഞ്ഞത്? നിങ്ങളെ ഒരു പരിപാടിയും ഇവിടെ നടക്കുകയില്ല. നിങ്ങൾ പോലീസോ പട്ടാളമോ വഖഫ് ബോർഡോ, വഖഫ് ബോർഡിലേക്ക് ഒക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്നിട്ട് ഓലെ ഇടപെടണമെങ്കിൽ ആരെങ്കിലും ഒരു പെറ്റീഷൻ കൊടുക്കണം. ഇവിടെ ഒന്നും നടക്കണില്ല. അത് നമ്മളെ കൊടുക്കേണ്ടത് ശരി എന്നുള്ള നമ്മള് ഇടോ നിങ്ങളെ പോലെയോ നിങ്ങളെക്കാൾ ഉപരിയോ ബുദ്ധി നമുക്കുണ്ടോ? ഉണ്ട്. നിങ്ങളെ പോലെയോ നിങ്ങളെക്കാൾ ഉപരിയോ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ രൂപത്തിലൊക്കെ ഇവിടെ എത്തിയത്. ഇതൊക്കെ ഉത്തരവാദിത്വ ബോധോട് തന്നെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ വഖഫ് ബോർഡിലേക്ക് ഒരു 5 ആളെ കൊണ്ട് അതിൽ പ്രഗത്ഭരൊന്നും കേട്ടോ, ഒക്കെ മാറി നിൽക്കുക. എന്നിട്ട് ഏതോ 5 പാവ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി വഖഫ് ബോർഡ് വരുമല്ലോ കേട്ട് ഒന്നിട്ട് വന്നോട്ടെ. വഖഫ് ബോർഡല്ല, ശക്തി വരാൻ വേണ്ടി പോലീസോ പട്ടാളമോ ആര് വന്നാലും കക്കോ മഹല്ല് നിവാസികൾ ഇവിടെ ഉണ്ടാവും, എന്നും ഉണ്ടാവും. ഈ മഹല്ലിനെ ഭരിക്കാൻ കക്കോ നിവാസികൾക്കും സുന്നികൾക്കും അറിയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ 2 കൂട്ടരും പ്രബല. ഈ കെ വിഭാഗത്തിന് AP വിഭാഗത്തിന് സ്വന്തമായി ഇവിടെ നിൽക്കാൻ പറ്റുകയില്ല. മഹല്ലിൽ ഞങ്ങൾ പറയട്ടെ, AP വിഭാഗത്തിന് സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഏകപക്ഷീയമായിട്ട് ഞങ്ങളതിന് മുതിരുകയുമില്ല. എടോ, നിങ്ങൾക്കും ഈ കെ വിഭാഗത്തിനും സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, സമ്മതിക്കുകയുമില്ല എന്ന് തറപ്പിച്ച് പറയട്ടെ. ഒരു കാലത്ത് നടക്കുകയില്ല. ഏത് പോലീസല്ല പട്ടാളല്ല ആര് വന്നാലും ശരി, ചോരത്തിളപ്പുള്ള ആൺകുട്ടികളിവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് ഇവിടെ സമാധാനത്തോടെ കഴിഞ്ഞുകൂടണം. സമാധാനത്തോടെ. നിങ്ങൾക്കറിയുമോ, ഈ ഉടമ്പടി കരാറിൽ ഒപ്പിട്ടവരാണ് നേതൃത്വം വഹിച്ച ആളാണ് ജില്ലാ പോലീസ് മേധാവി. ഒപ്പിട്ടവരാണ് സമസ്തക്ക് വേണ്ടി, ഈ കെ വിഭാഗത്തിന് വേണ്ടി കെ മമ്മുണ്ണി ഹാജി MLA, കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അതുപോലെ AP വിഭാഗത്തിന് വേണ്ടി സമസ്തക്ക് വേണ്ടി ഒപ്പിട്ടവരാണ് PC ഇബ്രാഹിം മാസ്റ്റർ, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി. പിന്നെ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് സെക്രട്ടറി ഗജാൻജി, പ്രസിഡന്റ് സെക്രട്ടറി. മുൻ കമ്മിറ്റിക്കും ആ സമയത്തുള്ള കമ്മിറ്റിക്ക് വേണ്ടി ഒപ്പിട്ടവരാണ് 3 ആള്. എന്റെ 3 ആളായി 4 ആളെ വാങ്ങി. ഒരാള് ആദ്യത്തേലുണ്ട്, 2ാമത്തേലുണ്ട്. PV വീരാമട്ടി മാസ്റ്റർ, P ഇബ്രാഹിം മാസ്റ്റർ, വാഗേരി മുഹമ്മദ് മൗലവി മർഹൂം. മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി ഒപ്പിട്ടവരാണ്. പിന്നെ ഈ വിഭാഗം മദ്രസക്ക് വേണ്ടി ഒപ്പിട്ടവരാണ് PK അബ്ദുൽ ബാസിദ് ഹാജി, PPC മുഹമ്മദ് മാസ്റ്റർ. AP വിഭാഗം മദ്രസക്ക് വേണ്ടി, സുന്നി മദ്രസക്ക് വേണ്ടി ഒപ്പിട്ടവരാണ് മർഹൂം P മൂസ ഹാജി, PP ബഷീർ മുസ്ലിയാർ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഉടമ്പടി കരാർ നേതൃത്വം വഹിച്ച, അതിന് സാക്ഷികളായ, അംഗീകരിച്ച, ഒപ്പിട്ട മരിച്ചവരില്ലാത്തവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. മരിച്ചവർക്ക് പകരം അതാത് സ്ഥാപനത്തിന്റെ സംഘടനയുടെ പ്രതിനിധികളെ വിളിക്കാം. ഇവരെ വിളിച്ചുകൊണ്ട് ശാന്തമായി നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. അതിനുവേണ്ടി എല്ലാവരും ഉത്ബുദ്ധരായ ദീനീ സ്നേഹികളായ ഉമറാക്കളും നേതാക്കളും തയ്യാറാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അന്തിമമായി പറയാനുള്ളത്. 100% ഹക്ക്, സത്യം, യാഥാർത്ഥ്യങ്ങൾ മാത്രം പ്രതിപാദിച്ച ഈ വസ്തുതകൾ ഉൾക്കൊണ്ട് കക്കോ മഹല്ല് ഭരണവും മദ്രസയുടെ നടത്തിപ്പും സമാധാനത്തിലും സൗഹാർദ്ദത്തിലും സന്തോഷത്തോടെയും മുന്നോട്ട് നീങ്ങാൻ ബന്ധപ്പെട്ട എല്ലാ നേതൃത്വങ്ങളും നേതാക്കളും ഇടപെടുന്ന, ഓർമ്മ മനസ്സിൽ വന്നു പറയാ, ഇടപെടുന്ന മുസ്ലിം ലീഗ് അടക്കം നല്ലതാ. ഇടപെടാത്തത് കൊണ്ട്, കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ട് വേണ്ടത്ര മനസ്സിലാക്കിയല്ലോ.
ഏറെ പാഠം പഠിച്ചില്ലേ? ഇനിയും വളരുന്നില്ലെങ്കിൽ അതിലേറെ പാഠം പഠിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നല്ല ഉദ്ദേശം പറയുകയാണ്. അതുകൊണ്ട് സൗഹാർദ്ദത്തിലും സന്തോഷത്തിലും മുന്നോട്ട് നീക്കാൻ ബന്ധപ്പെട്ട എല്ലാ നേതൃത്വങ്ങളും നേതാക്കളും ഡിപ്പാർട്ട്മെന്റുകളും മുന്നോട്ട് തുറന്ന മനസ്സോടെ മുന്നോട്ട് വരണമേ. അങ്ങനെ മുന്നോട്ട് വന്നാൽ സർവശക്തന്റെ അനുഗ്രഹത്താൽ എല്ലാം റാഹത്തിലായിത്തീരും എന്ന് ഞങ്ങൾ ഉറച്ചു പറയുകയാണ്, വിശ്വസിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തീർച്ചയാണ്. സത്യം നിലനിൽക്കട്ടെ, സമാധാനം പുലരട്ടെ, ഒരു നാട് നശിക്കാതിരിക്കട്ടെ. അല്ലാഹു നമ്മെല്ലാം റാഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്പചില കാര്യങ്ങൾ മുസ്ലിയാർ സംസാരിക്കുന്നതായിരിക്കും, ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, ഏറെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മാസ്റ്റർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. അതിൽ വിട്ടുപോയ 1-2 കാര്യങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് സമയം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ പാഠത്തെ വെച്ചുകൊണ്ട് ഈ മഹലിലെ ഒരു വ്യക്തി എന്നെ തേജോവധം ചെയ്തുകൊണ്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ വളരെ വിഷമമുള്ള ഒരു കാര്യം ദർസ് വിദ്യാർത്ഥികളുടെ ചിലവ് മുടക്കി എന്നാണ്. അതാണ് എന്നിൽ നിന്ന് എന്നെ പറ്റി അവർ പറഞ്ഞ ഒരു പ്രചരണം. അഹമ്മദ് കുട്ടി മുസ്ലിയാര് സഖാഫി ഇവിടെ ദർസ് നടക്കുന്നത് 3 വർഷമാണ്. അദ്ദേഹം ദർസ് നടക്കുന്ന സമയത്തുള്ള മുത്തഅല്ലിമീങ്ങൾ, അന്ന് ഞാൻ ഗൾഫിലാണ്, മുത്തഅല്ലിമീങ്ങൾക്ക് ചെലവ് കൊടുക്കുന്നത് രാവിലത്തെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഈ അബൂബക്കറിന്റെ BV അബൂബക്കർ മാസ്റ്ററുടെ വീട്ടിലേക്ക് എത്തണം. അതുപോലെ ഈ തൊട്ടടുത്തുള്ള വീട്ടിലും ബിച്ചുട്ടിന്റെ വീട്ടിലെല്ലാമാണ് ദർസ് വിദ്യാർത്ഥികളുടെ ചെലവ് ആക്കി കൊടുത്തിരിക്കുന്നത്. കുറച്ചൊക്കെ മുജാഹിദിനോട് ചായവുള്ളവരും സുന്നി ആദർശത്തിന് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ പോയിക്കൊണ്ട് അവിടെ വിദ്യാർത്ഥികൾക്ക് ചെലവാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ബന്ധപ്പെട്ട അന്ന് AP ഭാഗത്തിന്റെ കുട്ടികളെ നിയന്ത്രിക്കുന്നത്, ചെലവ് കാര്യങ്ങൾ നോക്കുന്നത് BP അലവി മുസ്ലിയാരും പ്രസിഡന്റ് അവറുകളും, EK ഭാഗത്തിന്റെ ചെലവിനെ കുട്ടികളെ നോക്കുന്നതൊക്കെ ബാസിത്ത് ഹാജിയുമാണ്, സെക്രട്ടറി. അങ്ങനെ ബാസിത്ത് ഹാജിനോട് ഞാനും അതുപോലെ മരിച്ചുപോയ വാഗേരി ഉസ്താദും കമ്മിറ്റി സെക്രട്ടറിയായ KC ഹിബത്ത് അടക്കമുള്ള ആളുകൾ ഈ ദൂരത്തേക്കുള്ള ചെലവൊക്കെ ഒന്ന് മാറ്റി അടുത്ത വീടുകളിലേക്ക് ചെലവാക്കണമെന്നും വളരെ വിനയത്തോടുകൂടെ ആവർത്തിച്ച് 1 മാസം നീണ്ടു നിന്നു, 15 ദിവസം നീണ്ടു നിന്നു, 7 ദിവസം നീണ്ടു നിന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതിനെപ്പറ്റി പറയാതെ അവസാനം ഞാൻ പറഞ്ഞു, വാഗേരി ഉസ്താദിന്റെ വീടിന്റെ അടുത്ത് വെച്ചുകൊണ്ട് വാസിത്താജിനോട് പറഞ്ഞു, വാസിത്താജി, നിങ്ങൾക്ക് അനുവദിച്ചു തന്ന സമയങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ പിഞ്ചു മക്കളെ അത്രയും ദൂരത്തേക്ക് രാവിലെ ചായക്ക് വേണ്ടി പറഞ്ഞേക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ തന്നെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ആ കുട്ടികൾക്ക് ചെലവ് കൊടുക്കാം എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് 1.5 മാസത്തോളം കാത്തിരുന്നിട്ട് പറയാത്തതിന്റെ പേരിലാണ് ആ കുട്ടികളുടെ വീട്ടിൽ ഉടമക്കാരനോട് നാളെ മുതൽക്ക് ഞാൻ വരികയില്ല എന്ന് കുട്ടികൾ സമ്മതം പറയുകയും അത് പ്രകാരം തൊട്ടടുത്തുള്ള വീടുകളിലേക്ക്, പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള വീടുകളിലേക്ക് ചെലവാക്കി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം നടക്കുന്ന കമ്മിറ്റി യോഗത്തില് നമ്മുടെ വീടുകളിലെ ചെലവ് മുടക്കി കുട്ടികളുടെ രക്ഷിതാക്കള് അഥവാ ആ വീട്ടുകാര് കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തു. ആ കമ്മിറ്റി യോഗത്തിൽ വെച്ച് പരാതി വായിക്കുമ്പോൾ 5-6 ആളുകളുടെ കത്തുകള് എന്റെ കുട്ടിയെ ചെലവ് മുടക്കി, അതിന്റെ കാരണം കമ്മിറ്റി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്മിറ്റി യോഗത്തിൽ വായിച്ചു കേൾപ്പിച്ചു സെക്രട്ടറി. അതിനുശേഷം ആ വിഷയത്തെ അവതരിപ്പിക്കാൻ വേണ്ടി എഴുന്നേറ്റ ഉടനെ തന്നെ ബാസിത്ത് ഹാജിയാണ് ആ കാര്യത്തിനെല്ലാം മുന്നിൽ നിൽക്കേണ്ടത്. അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് പോന്നപ്പോൾ നമ്മുടെ കമ്മിറ്റി മെമ്പർമാര് പറഞ്ഞു, എന്നാൽ തൽക്കാലം അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട, അത് ചർച്ച ചെയ്യേണ്ട ആളുകൾ ഇറങ്ങിപ്പോയില്ലേ, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അത് കാരണം അറിയുന്നത് നമ്മുടെ സ്കൂളിന്റെ ഭാഗത്തുള്ള ദർസ് നടക്കുമ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഭക്ഷണത്തിന് സൗകര്യത്തിന് വേണ്ടി
ഹൈസ്കൂളിന്റെ ഭാഗത്തുള്ള കുറെ വീടുകളുണ്ട്. ആ വീടുകളിലേക്കാണ് കുട്ടികളെ സാധാരണ ആക്കി കൊടുക്കാറ്. ശനിയും ഞായറും സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിലേക്ക് പള്ളിയുടെ അടുത്തുള്ള വീട്ടിലേക്കുമാണ് സാധാരണ ചെയ്തു കൊടുക്കാറ്. അത് ആ കുട്ടികളുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതല്ലാതെ ദൂരത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകേണ്ട ഒരാവശ്യവും ഇന്ന് കക്കോ മഹലിലില്ല. എന്റെ ചെറുപ്പത്തിൽ എനിക്കറിയാം 35ഓളം കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്ന സമയമുണ്ട്. PSK പഠിപ്പിക്കുന്ന കാലത്ത് 28 കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഇവിടെ ചെലവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ 10 കുട്ടികൾ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് 4 കുട്ടികളെ EK വിഭാഗവും 6 കുട്ടികളെ AP വിഭാഗവുമാണ് ചെലവ് കൊടുത്തിരുന്നത്. ഈ ഒരു അവസ്ഥക്ക് വേണ്ടിയാണ് പല പ്രാവശ്യം കമ്മിറ്റിയോട് താഴ്ന്നു കഴിഞ്ഞു പറഞ്ഞിട്ടും സ്വീകരിക്കാത്തതിന്റെ പേരിലാണ് ചെലവ് തൽക്കാലം AP വിഭാഗം മാത്രം കൊടുത്തോളാം. ഇപ്പോൾ 2 കുട്ടികൾ നടക്കുന്നുണ്ട് ദർസിന്. ആ 2 കുട്ടികൾ AP വിഭാഗം ചെലവ് കൊടുക്കുന്നില്ല. അത് ഐക്യകണ്ഠേന AP വിഭാഗത്തിന്റെ ആളുകൾക്ക് ഉസ്താദന്മാർക്ക് AP-ക്കാരെ ചെലവ് കൊടുക്കുകയും EK വിഭാഗത്തിന്റെ കുട്ടികൾക്ക് EK വിഭാഗത്തിന്റെ ആളുകൾ ചെലവ് കൊടുക്കുകയും ചെയ്യാമെന്ന് കൊണ്ടോട്ടിയിൽ വെച്ചിട്ട് CA-യുടെ മുന്നിൽ നിന്ന് പറഞ്ഞതനുസരിച്ചുകൊണ്ടും നമ്മുടെ അവരുടെ തീരുമാനമെടുത്തുകൊണ്ടുമാണ് ഉസ്താദന്മാർക്ക് EK വിഭാഗത്തിന്റെ ഉസ്താദന്മാർക്കും കുട്ടികൾക്കും ഒന്നും ചെലവ് കൊടുക്കാത്തത്. അതല്ലാതെ ഇവിടെ വന്ന ഉസ്താദന്മാർക്ക് ചെലവ് കൊടുക്കുന്നതിന് കാര്യം തടഞ്ഞു നിർത്തുകയോ പിടിച്ചു നിർത്തുകയോ വലിച്ചു ഒഴിവാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് മദ്രസ അധ്യാപകന് ഒരു ഉസ്താദിന് ചെലവ് കൊടുക്കില്ല എന്ന് പറഞ്ഞത് അവരെ വിഭാഗത്തിലെ കൊണ്ടുവന്ന ആളുകളെ AP വിഭാഗത്തിൽ പഠിപ്പിക്കുമ്പോൾ ആ പഠനവുമായിട്ട് ഒരിക്കലും താരതമ്യപ്പെട്ടു പോവുകയില്ല എന്ന് കമ്മിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് EK വിഭാഗം തന്നെ ചെലവ് കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിയെടുത്തത്. അതിനെല്ലാം കുറെ കാര്യങ്ങളെല്ലാം കൂട്ടിപ്പഴുക്കി വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളെ മുന്നിൽ തെറ്റായ കാര്യങ്ങൾ ഒരിക്കലും അവതരിപ്പിക്കരുത് എന്ന് വളരെ വ്യക്തമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മദ്രസ പഠനത്തിനെ സംബന്ധിച്ച് നേരത്തെ കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ പറഞ്ഞു. ആ സ്ഥലത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത്രേ ബോർഡ് മറക്കരുത്, അതുകൊണ്ടാണ് ഗേറ്റ് മാറ്റി കെട്ടിയത്, സ്റ്റേജ് മാറ്റി കെട്ടിയത്. ബോർഡ് മറക്കരുത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മുമ്പ് ഇങ്ങേ ഭാഗത്താക്കിയിട്ടുണ്ട്, കിഴക്ക് ഭാഗത്ത് സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. അതിനൊന്നും ആർക്കും എതിരില്ല. ആ സ്റ്റേജ് പാടക്കട്ടെ. ഈ പ്രാവശ്യം തന്നെ അൽവി ഹാജിനോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ സ്റ്റേജ് കെട്ടിക്കോളൂ, ബോർഡ് മറഞ്ഞാലും ശരി, 10-50 കൊല്ലത്തോളം പരിപാടികൾ അവിടെ നടക്കുന്നതല്ലേ, അവിടെ തന്നെ നടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതം കൊടുത്തപ്പോഴും ധിക്കാരപരമായി പെരുമാറിയപ്പോൾ മാത്രമാണ് ആ സ്റ്റേജ് പൊളിക്കാൻ ആരാണ് തയ്യാറുള്ളവര് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് പൊളിക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരെ നേതാക്കന്മാരെ നമുക്ക് കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കി അവര് ടെലിഫോൺ ചെയ്ത് അവര് വന്നു ആ സ്റ്റേജ് പൊളിച്ചു മാറ്റുകയും ചെയ്തു. ഈ അവസ്ഥയിലേക്കൊന്നും നമ്മുടെ മഹലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നേരത്തെ കുഞ്ഞുമുഹമ്മദ് മാഷ് പറഞ്ഞതുപോലെ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ആ മദ്രസയുടെ കൊലായുടെ മരത്തേത്ത് വെച്ചുകൊണ്ട് ഒരു പരിപാടി നടത്താൻ സമ്മതിച്ചിട്ടുമില്ല, ഇനി സമ്മതിക്കുകയുമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. സാധാരണ ദാറുൽ ഇഖ്വ മദ്രസയുടെ പരിപാടികളൊക്കെ നടക്കുന്നത് അവിടെ വെച്ച് നടത്തട്ടെ. പിന്നെ ഇതിന്റെ ശേഷം പറയപ്പെട്ടു മറ്റൊരു വിഷയം, നമ്മള് അവിടെ മജ്‌ലിസുൻ നൂർ എന്ന് പറയുന്ന ഒരു പരിപാടി നടത്താൻ ദാറുൽ ഇഖ്വ മദ്രസയിലേക്ക് തീരുമാനിച്ചിട്ടുണ്ട്. മജ്‌ലിസുൻ നൂർ നടത്തത് അത് SKSF-ന്റെ ഒരു പരിപാടിയാണ്. ആ SKSF-ന്റെ പരിപാടി നമ്മുടെ 2 വിഭാഗവും ഒത്തൊരുമിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയുടെ മുറ്റത്തേക്ക് കൊണ്ടുവരണ്ട. അത് ഇവിടെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് ആ വിഷയത്തിന് ഒരു എന്നാണോ പരിഹാരം കാണുന്നത് ആ കാണുന്നത് വരെ മുന്നോട്ട് പോകണം. നമുക്ക് ഇനിയും പറയാനുള്ളത് അങ്ങനത്തെ ഒരു വിഷയം പുറത്ത് SSF-ന്റെയോ SKSF-ന്റെയോ പരിപാടികൾ പള്ളിയുടെ കോമ്പൗണ്ടിൽ വെച്ചിട്ടോ പള്ളിയുമായിട്ടോ ബന്ധപ്പെട്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ നടത്താൻ സമ്മതിക്കുകയില്ല. അതിന് തീരുമാനം കാണുന്ന എന്നാണോ മഹല്ലിലെ കാരണവന്മാരും പ്രധാനപ്പെട്ട ആളുകളും കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഈ മഹല്ല് മുമ്പ് എങ്ങനെയാണോ പോയത് ആ പോയത് രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്ന കാലം വരേക്കും നമ്മൾ എല്ലാ പ്രശ്നത്തിലും ഇടപെടും. അതൊന്നും മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഇടപെടും. ആ തീരുമാനങ്ങട്ടായോ മസ്ലഹത്തായോ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒത്തൊരുമിച്ച് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ വഹാബ് സഖാഫി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ വളരെ ഗഹനമായ വിഷയത്തെ സംബന്ധിച്ചുള്ള മതപ്രസംഗം ഇവിടെ നടക്കപ്പെടുന്നു. എല്ലാവരും സജീവമായി പങ്കെടുത്ത് അതിന്റെ അവസാനം വരെ നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.